വെൽക്കം ടു ലിയാസ് ലവ്ലി കിച്ചൺ. കഴിഞ്ഞ വീഡിയോസിൽ ഞങ്ങൾക്ക് കമൻറ്റ്സ് കിട്ടിയിരുന്നു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി. സോ നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ടേസ്റ്റി ആൻഡ് ലവ്ലി ക്യാരറ്റ് കേക്ക്. ഈ കേക്ക് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും. ഇതൊരു ഹെൽത്തി കേക്കാണ്. ക്യാരറ്റിനകത്തുള്ള ബീറ്റാ കരോട്ടിൻ വിറ്റാമിൻ എയുടെ സോഴ്സാണ്. അത് നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച കൂട്ടാൻ സഹായിക്കും. ഈ കേക്കിൽ യൂസ് ചെയ്തിരിക്കുന്നത് റിഫൈൻഡ് ഓയിലാണ്. സോ കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർക്കും കഴിക്കാൻ പറ്റും. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. ഈ കേക്കിന് ആവശ്യമായ സാധനങ്ങളാണ് ഈ വീഡിയോയിൽ കാണുന്നത്. 150 ഗ്രാം ക്യാരറ്റ്, 300 ഗ്രാം മൈദ, 300 ഗ്രാം പഞ്ചസാര പൊടിച്ചത്, 200 ഗ്രാം റിഫൈൻഡ് സൺഫ്ലവർ ഓയിൽ, 6 മുട്ട, 100 ഗ്രാം ഉപ്പില്ലാത്ത ബട്ടർ, 1 ടേബിൾ സ്പൂൺ കേക്ക് ജീരകം, 1 ടേബിൾ സ്പൂൺ വാനില എസൻസ്, 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടേബിൾ സ്പൂൺ നെയ്യ്. അടുത്ത നമുക്ക് ആവശ്യമായത് കാരമലാണ്. കാരമൽ ഇട്ടാൽ മാത്രമേ കേക്കിന് കളർ കിട്ടുള്ളൂ. അതെങ്ങനെ ഉണ്ടാക്കുമെന്ന് നമുക്ക് നോക്കാം. 3 ടേബിൾ സ്പൂൺ ഷുഗർ ഒരു പാനിലിട്ട് ചൂടാക്കി അത് ബ്രൗൺ സിറപ്പ് ആവുമ്പോഴേക്കും 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതിളക്കി അത് മാറ്റി വയ്ക്കുക. ക്യാരറ്റ് വീഡിയോയിൽ കാണുന്നത് പോലെ ഗ്രേറ്റ് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. വേറൊരു ബൗളിൽ 6 മുട്ട പൊട്ടിച്ച് ഇടുക. മുട്ട ഇലക്ട്രിക് ബീറ്റർ കൊണ്ട് നന്നായി ബീറ്റ് ചെയ്യുക. ഇലക്ട്രിക് ബീറ്റർ ഇല്ലാത്തവർ സാധാ ബീറ്റർ കൊണ്ട് ബീറ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോയിൽ കാണുന്ന പോലെ മുട്ട നന്നായി പതഞ്ഞ് പൊങ്ങി വരുന്നത് വരെ ബീറ്റ് ചെയ്യുക. നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ഒരു മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്ത് പേസ്റ്റ് രൂപത്തിലോട്ടാക്കുക. ഈ പേസ്റ്റ് നേരത്തെ അടിച്ചു വെച്ച മുട്ടയിലേക്ക് ഇടുക. നല്ലതുപോലെ മിക്സ് ചെയ്യുക. അടുത്തതായി ഉപ്പില്ലാത്ത ബട്ടർ നേരത്തെ അടിച്ചു വെച്ച മുട്ടയിലോട്ട് ഇടുക. ഈ അൺസോൾട്ടഡ് ബട്ടർ എല്ലാ കടയിലും ലഭ്യമാണ്. 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്യുക. നല്ലവണ്ണം മിക്സ് ചെയ്യുക. വേറൊരു ബൗളിൽ പഞ്ചസാര പൊടിച്ചതും മൈദയും വീഡിയോ കാണുന്നത് പോലെ മിക്സ് ചെയ്യുക. നേരത്തെ മിക്സ് ചെയ്ത് വെച്ച പഞ്ചസാര പൊടിയും മൈദയിലോട്ടും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുക. നേരത്തെ ഉണ്ടാക്കി വെച്ച കാരമൽ ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയിലോട്ട് ആഡ് ചെയ്യുക.
നല്ലവണ്ണം ബീറ്റ് ചെയ്യുക. നേരത്തെ മിക്സ് ചെയ്ത് വെച്ച പൊടികൾ വീഡിയോയിൽ കാണുന്നത് പോലെ കുറച്ച് കുറച്ചായി ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയിലോട്ട് ആഡ് ചെയ്യുക. അടുത്തതായി നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഇതിലോട്ട് റിഫൈൻഡ് ഓയിൽ ആഡ് ചെയ്യുക. നല്ലവണ്ണം ബീറ്റ് ചെയ്യുക. മൂന്ന് സ്പൂൺ കേക്ക് ജീരകം ഇടുക. നല്ലവണ്ണം മിക്സ് ചെയ്യുക. ചെറുതായി അരിഞ്ഞ കാഷ്യൂനട്ടും കിസ്മിസും കേക്കിലേക്ക് ആഡ് ചെയ്യുക. ഇത് സാധാരണ ക്യാരറ്റ് കേക്കിൽ ആഡ് ചെയ്യാറില്ല. കുറച്ചും കൂടി ടേസ്റ്റ് കൂട്ടാനാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. നല്ലതായി മിക്സ് ചെയ്യുക. അടുത്തതായി ബേക്കിംഗ് പാത്രത്തിൻ്റെ അളവിൽ ഒരു ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വയ്ക്കുക. അടുത്തതായി ഒരു സ്പൂൺ നെയ്യ് വീഡിയോ കാണുന്ന പോലെ ഇടുക. ഈ പാത്രം ബേക്ക് ചെയ്യുന്നതിന് മുമ്പ് ചൂടാക്കണം. അതിനുവേണ്ടി ഓവൻ്റെ അകത്ത് വെക്കണം. 180 ഡിഗ്രി സെൽഷ്യസിൽ 5 മിനിറ്റ് ചൂടാക്കുക. ചൂടാക്കിയ പാത്രത്തിൽ കേക്കിൻ്റെ ബാറ്റർ പകുതിയോളം നിറയ്ക്കുക. കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി പാത്രം ഓവനിൽ വയ്ക്കുക. കൺവെക്ഷനിൽ 180 ഡിഗ്രിയിൽ 35 മിനിറ്റ്സ് വയ്ക്കുക. മുപ്പത്തഞ്ച് മിനിറ്റായി. ഇനി നമുക്ക് കേക്ക് റെഡിയായോ നോക്കാം. നമ്മുടെ കേക്ക് റെഡിയായി. ഇനി നമുക്കത് പുറത്തേക്ക് എടുക്കാം. വീഡിയോയിൽ കാണുന്നത് പോലെ കേക്കിൻ്റെ 4 സൈഡും കേക്ക് കത്തി കൊണ്ട് മുറിക്കുക. എന്നാലേ കേക്ക് വിട്ടുപോരുള്ളൂ. നമ്മുടെ ടേസ്റ്റി സ്പെഷ്യൽ ക്യാരറ്റ് കേക്ക് റെഡി. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ ഞങ്ങളുടെ സ്പെഷ്യൽ നാൻകട്ട് ഉണ്ടാക്കുന്നതായിരിക്കും. അത് കാണാനായി നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുവരേക്കും ബൈ.